എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ നല്ലൊരു ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ പ്ലാന്റ് ഒന്ന് കണ്ടു നോക്കി, എന്താ ഭംഗി! എന്താ ഇതിൻ്റെ അടുക്കൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നമുക്ക് അങ്ങ് നിൽക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂക്കൾക്ക്. ഇത് ഒത്തിരി നിരവധി മുട്ടുകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് മുട്ടുകളൊക്കെ വിരിയാതൊക്കെ പോകും കേട്ടോ. എന്നാലും മുക്കാലും മൊട്ടുകൾ വിരിയും കേട്ടോ. എല്ലാ മൊട്ടുകളും വിരിയാതെ ഒന്നും പോകത്തില്ല. ചില പ്ലാന്റുകളിലൊക്കെ വരുന്ന മൊട്ടുകളെന്ന് പറയുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അങ്ങ് ചീഞ്ഞു പോകും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം വെള്ളമൊക്കെ അവത്തെ വീഴിക്കുന്നതും അധികം വെള്ളം ആ പ്ലാന്റിന് കൊടുക്കുമ്പോഴുമാണ് മൊട്ടുകൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നത്. ഇനിയും വെള്ളം കുറവാണെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് നല്ല വെയിൽ കിട്ടിയില്ലെങ്കിലും ഒക്കെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെയൊക്കെ മുട്ടുകൾ കൊഴിഞ്ഞു പോകും. പക്ഷേങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിട്ട് എല്ലാ മുട്ടുകളും വിരിയുകയും ചെയ്യും. നല്ലതായിട്ട് നമ്മുടെ മുറ്റം പൂക്കൾ കൊണ്ട് നിറയുകയും ചെയ്യും. ഈ പ്ലാന്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി അങ്ങനെ നമ്മളങ്ങ് ആസ്വദിച്ച് നിന്ന് പോകും. കാരണം ഈ അടീനത്തെ വരുന്ന ഡബിൾ പെറ്റൽസിൻ്റെ എല്ലാ പ്ലാന്റുകളിലും അതിൻ്റെ ഇത് വിരിഞ്ഞ് വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. എന്നാൽ ഈ പ്ലാന്റിനെ സംബന്ധിച്ച് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വിരിയുകയും ചെയ്യും. അതുമല്ല, വിരിയുമ്പം അതിൻ്റെ ചുറ്റിനും നല്ല ഡാർക്ക് ഒരു കറുപ്പൂടെ കൂടിയ, അല്ലെങ്കിൽ എന്താ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല, അത്ര ഒരു ഡിസൈൻ വരച്ച് വെച്ചതുപോലെ ആകും. പിറ്റേ ദിവസത്തേക്ക് എന്തെന്നറിയാം, ഈ ഫ്ലവറിന് ഇച്ചിരി കൂടെ വലിപ്പം വെക്കും. ആ ഡാർക്ക് പോലെ വന്നിരിക്കുന്ന കളറങ്ങ് മാറും. പിന്നെ കാട്ടും ചുമപ്പായിട്ടങ്ങ് നിൽക്കും. അത്ര ഭംഗിയാണ് ഈ ഫ്ലവറിന്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ എന്നാ സുഖമാണെന്നറിയോ. അതുതന്നെയല്ല, ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ വന്നിട്ടൊരു 4 വർഷത്തിൽ മേലായ പ്ലാന്റാണ്. പക്ഷേ ഇത്രയധികം പൂക്കൾ ആദ്യമായിട്ടാണ് ഈ വർഷം ഉണ്ടാകുന്നത്. ഈ പ്ലാന്റ് ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നത്. അത് അതിൻ്റെ കോഡക്സൊക്കെ വളരെ വലിപ്പമുള്ളതായി. പിന്നെ ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നല്ലതായിട്ട് ചരലും കരിയും ഒക്കെ ഇട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നു. ഇത്രയുള്ള വലിപ്പമുള്ള അഡീനിയം പ്ലാന്റ് വാങ്ങിക്കാൻ ചെന്നാൽ നല്ല റേറ്റ് തന്നെയാവും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞ് പ്രായത്തിൽ തന്നെ, അതായത് ഈ പ്ലാന്റിൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഇത് വാങ്ങിച്ച് വെച്ച് ഇതിനെ വലിപ്പമുള്ളതാക്കി എടുത്തതാണ്. അപ്പോൾ ഈ പ്ലാന്റിനെക്കുറിച്ച് ഒത്തിരി പഠിക്കാനായിട്ടും നമുക്ക് ഇടയായിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അഡീനിയം പ്ലാന്റൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരു 5-8 ഒന്നിച്ച് വാങ്ങിച്ച് വെച്ച് അത് നശിച്ചു പോകുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ ഓരോ പ്ലാന്റ് വെച്ച് വാങ്ങിച്ച് അതിൻ്റെ ഓരോ പ്ലാന്റും വളർത്തുന്ന രീതിയെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞാൽ അഡീനിയം പ്ലാന്റ് വളരെ ഭംഗിയുള്ള ഫ്ലവറുകൾ തരുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ 100 കണക്കിന് കളറുകളാണ് ഇതിൻ്റെ, വെറൈറ്റി കളറുകളാണ് ഇതിൻ്റെ ഇറങ്ങുന്നത്. ശരിക്കും ഇതിൻ്റെ ഓരോ പൂക്കളെയും നമ്മൾ ചായം അടിച്ച് വെക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചായം ചാലിച്ച് വെക്കുന്ന പോലെയുള്ള കളറുകളാണ് ഇതിന് വരുന്നത്. നമ്മൾ ചിന്തിക്കാത്തതിലപ്പുറമായിട്ടുള്ള ഫ്ലവറുകളാണ്. ചില ഫ്ലവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൈവെള്ളയുടെ വലിപ്പത്തിൽ വരുന്ന വലിയ പൂക്കൾ ഉണ്ടാകും. അതുമല്ല, നല്ലൊരു പരിചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പരിചരണമെന്ന് ഉദ്ദേശിച്ചത് അധികം വളവും അധികം വെള്ളവും ഒന്നും കൊടുക്കാതെ തന്നെ നല്ലതായിട്ട് ഫ്ലവർ തരുന്നതും നല്ലൊരു അടിപൊളി പ്ലാന്റാണ് അഡീനിയം. അഡീനിയം പ്ലാന്റ് ഇത്രയും വലിയൊരു ശേഖരമൊന്നും ഞാൻ ഒന്നിച്ച് വാങ്ങിച്ച് വെച്ചതല്ല കേട്ടോ. ഇത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നിരവധി പൂക്കളുടെ ഷോർട്ട് വീഡിയോസുകളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ചെറു തൈകൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ തൈകൾ തന്നെ വാങ്ങിച്ച് ഞാൻ അത് കൊണ്ടുവന്ന് 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ആ അഡീനിയം നല്ലൊരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വളമൊക്കെ കൊടുത്ത് അതിനാവശ്യമായ രീതിയിലുള്ള പരിചരണമൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി പ്ലാന്റായിട്ട് വളരും. അങ്ങനെ ആ പ്ലാന്റുകൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ ശിഖരം ഞാൻ മുറിച്ച് മാറ്റി വെക്കുമ്പോൾ നാടൻ അഡീനിയം, അതായത് സിംഗിൾ പെറ്റൽസ് ആയിട്ടുള്ള അഡീനിയങ്ങൾ, അതിൻ്റെ തൈകൾ ധാരാളം എനിക്കുള്ളത് കൊണ്ട് അതിലേക്ക് ചേർത്ത് ആ കൊമ്പുകൾ പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഡബിൾ പെറ്റൽസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റുകൾ എനിക്കുണ്ട്.
പിന്നെ ഞാൻ ഒരു പ്ലാന്റ് തന്നെ 2ഉം 3ഉം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിരിയുമ്പോൾ 2ഉം 3ഉം 4ഉം ഒക്കെ കളറിലുള്ള അഡീനിയം പ്ലാന്റുകൾ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യം അത് നല്ല രീതിയിൽ പ്രായോഗികത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഏത് കാര്യമാണെങ്കിലും അതങ്ങനെയല്ലേ. ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പം മിക്ക ദിവസങ്ങളിലും എനിക്ക് ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ചെന്ന് നിന്ന് അതുങ്ങളുടെ ആ ഭംഗി കണ്ട് ആസ്വദിക്കുമ്പം വളരെ ഒരു മനസ്സിനൊരു സുഖവും സന്തോഷവും കിട്ടാറുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോഴിതൊക്കെയാണ് എൻ്റെ അടീനിയത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.